പരിശുദ്ധാത്മാവിന്റെ അഗ്നിയില്ലാതെ നമുക്ക് യേശുവിനു വേണ്ടി ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ശിംശോന്റെ അമ്മായിയപ്പൻ വളരെ ഭയാനകമായ ഒരു കാര്യം ചെയ്തു. അവൻ ശിംശോന്റെ ഭാര്യയെ, തന്റെ മകളെ, മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു. ശിംശോൻ ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു. അവൻ 300 കുറുക്കന്മാരെ പിടിച്ചു വാലോട് വാൽ ബന്ധിച്ചു. അവൻ ആ വാലുകൾ തീകൊണ്ട് കത്തിച്ചു, തുടർന്ന് ഫെലിസ്ത്യരുടെ വിളഞ്ഞ വയലുകളിലേക്ക് അയച്ചു. ഞാൻ യേശുവിനെക്കുറിച്ച് ചിന്തിച്ചു. ലൂക്കോസ് അധ്യായം 12 വാക്യം 49. യേശു പറയുന്നു, ഞാൻ ഭൂമിയിൽ തീ അയക്കാൻ വന്നിരിക്കുന്നു. യേശു എന്താണ് ചെയ്തത്? അവൻ 70 ശിഷ്യന്മാരെ എടുത്ത് അവരെ 2 തരം തിരിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവർക്ക് നൽകി. രോഗികളെ സുഖപ്പെടുത്താനും പിശാചുക്കളെ പുറത്താക്കാനും സുവിശേഷം പ്രസംഗിക്കാനും മരിച്ചവരെ ഉയിർപ്പിക്കാനും സാത്താന്റെ വിളഞ്ഞ വയലുകളിലേക്ക് അയച്ചു. ഞാൻ യേശുവിനു വേണ്ടി അത്തരമൊരു കുറുക്കനാകാൻ ആഗ്രഹിക്കുന്നു. ശിംശോൻ കുറുക്കന്മാരെ ഒരുമിച്ച് ചേർത്തിട്ട് അവരുടെ വാലുകൾ കത്തിക്കാൻ മറന്നുപോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒന്നും സംഭവിക്കില്ല, കാരണം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയില്ലാതെ നമുക്ക് യേശുവിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല.